എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഒരു കൂട്ടായ്മയിൽ ജീവിക്കാനും മറ്റുള്ളവരുമായി ഇടപെടാനും പങ്കുവെക്കാനും നമ്മൾക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ നമ്മളെ ഒറ്റപ്പെടുത്താറുണ്ട്. ഒരു പക്ഷേ സ്വന്തം ഇഷ്ടപ്രകാരമാകാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള സമ്മർദ്ദം കൊണ്ടാകാം ഈ ഒറ്റപ്പെടൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മാത്രമല്ല നമ്മുടെ തലച്ചോറിനെയും ആഴത്തിൽ സ്വാധീനിക്കുന്നു. നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒറ്റപ്പെടൽ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. നമ്മുടെ തലച്ചോർ ഒരു സങ്കീർണമായ അവയവമാണ്. കോടിക്കണക്കിന് ന്യൂറോണുകൾ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഈ ബന്ധങ്ങളാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഓർമ്മകളെയും നിയന്ത്രിക്കുന്നത്. സാമൂഹിക ഇടപെടലുകൾ ഈ ന്യൂറൽ ശൃംഖലകളെ സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, വൈകാരികമായി അടുക്കുമ്പോൾ തലച്ചോറിലെ വിവിധ ഭാഗങ്ങളാണ് ഉത്തേജിപ്പിക്കപ്പെടുന്നത്. പുതിയ ന്യൂറൽ പാതകൾ ഇതിലൂടെ രൂപം കൊള്ളുകയും നിലവിലുള്ളവ ശക്തിപ്പെടുകയും ചെയ്യും. മനുഷ്യന്റെ തലച്ചോറിന് സാമൂഹിക ബന്ധങ്ങൾ അത്യാവശ്യമാണ്. സ്നേഹം, ദയ, സഹാനുഭൂതി, വിശ്വാസം തുടങ്ങിയ വികാരങ്ങൾ സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവയെല്ലാം നമ്മുടെ തലച്ചോറിന്റെ സാമൂഹിക ചിന്താ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കും. എന്നാൽ ഈ സാമൂഹിക ഇടപെടലുകൾ ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റപ്പെടൽ നമ്മുടെ തലച്ചോറിനെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് വിശദമായി നോക്കാം. ദീർഘകാലത്തെ ഒറ്റപ്പെടൽ തലച്ചോറിന്റെ ഘടനയിൽ പോലും മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഹിപ്പോകാമ്പസ് എന്ന ഭാഗമാണ് ഓർമ്മകൾ നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം. ഒറ്റപ്പെട്ടവരിൽ ഹിപ്പോകാമ്പസിന്റെ വലിപ്പം കുറയുന്നതായി ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനും മാറ്റങ്ങൾ സംഭവിക്കാം. തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സാമൂഹിക പെരുമാറ്റങ്ങൾക്കും ഈ ഭാഗം വളരെ പ്രധാനമാണ്. നമ്മുടെ മാനസികാവസ്ഥയെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ ഹോർമോണുകൾക്കും ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്കും വലിയ പങ്കുണ്ട്. ഒറ്റപ്പെടൽ ഈ രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. ഒറ്റപ്പെടൽ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കും. ഇത് ശരീരത്തിൽ നിരന്തരമായ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അവസ്ഥ സൃഷ്ടിക്കും. ഉയർന്ന കോർട്ടിസോൾ തലച്ചോറിലെ ന്യൂറോണുകളെ നശിപ്പിക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ചെയ്യും. സ്നേഹം, വിശ്വാസം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഒറ്റപ്പെടുമ്പോൾ ഓക്സിറ്റോസിന്റെ ഉൽപ്പാദനം കുറയുന്നു. ഇത് സാമൂഹിക ബന്ധങ്ങളോടുള്ള ആഗ്രഹത്തെ കുറയ്ക്കുകയും ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. സന്തോഷവുമായി ബന്ധപ്പെട്ട ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് ഡോപ്പമിനും സെറോട്ടോണിനും. ഒറ്റപ്പെടൽ ഇവയുടെ അളവ് കുറയ്ക്കാൻ ഇടയാക്കും. ഇത് വിഷാദം, ഉത്കണ്ഠ, പ്രചോദനക്കുറവ് എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഒറ്റപ്പെടൽ നമ്മുടെ ചിന്താശേഷിയെയും പഠനശേഷിയെയും ഓർമ്മശക്തിയെയും പ്രതികൂലമായി ബാധിക്കും. സാമൂഹിക ഇടപെടലുകളുടെ അഭാവം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ കുറയ്ക്കും. പുതിയ വിവരങ്ങൾ ഗ്രഹിക്കാനും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പ്രയാസം നേരിടാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിപ്പോകാമ്പസിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഓർമ്മശക്തിയെ ബാധിക്കാം. പുതിയ ഓർമ്മകൾ രൂപീകരിക്കുന്നതിനും പഴയവ തിരിച്ചു വിളിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകാം. തലച്ചോറിന്റെ വിശകലനപരമായ കഴിവുകൾക്ക് കോട്ടം തട്ടാനും സാധ്യതയുണ്ട്. ഇത് ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും. സാമൂഹിക പിന്തുണയുടെ അഭാവം വിഷാദരോഗത്തിനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഇത് നിസ്സഹായത, നിരാശ, സന്തോഷമില്ലായ്മ തുടങ്ങിയ വികാരങ്ങളിലേക്ക് നയിക്കും. ഒറ്റപ്പെട്ട വ്യക്തികളിൽ ഉത്കണ്ഠയും ഭയവും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകാൻ ഭയം തോന്നുക, സാമൂഹിക സാഹചര്യങ്ങളെ ഒഴിവാക്കുക എന്നിവ സാധാരണമാണ്. മാനസിക സമ്മർദ്ദം ഉറക്കത്തെയും ബാധിക്കും. ഉറക്കമില്ലായ്മ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ മന്ദീഭവിപ്പിക്കും. ചില തീവ്രമായ സാഹചര്യങ്ങളിൽ ദീർഘകാല ഒറ്റപ്പെടൽ സൈക്കോസിസിലേക്ക് പോലും നയിച്ചേക്കാമെന്നും പഠനങ്ങൾ പറയുന്നു. ഒറ്റപ്പെടൽ തലച്ചോറിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഭയപ്പെടുന്നതായി തോന്നാമെങ്കിലും ഇതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ തലച്ചോറിന് അതിശയകരമായ പ്ലാസ്റ്റിസിറ്റി ഉണ്ട്. അതായത് അതിന് സ്വയം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഒന്ന്, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ്. പഴയ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കുക. പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നതാണ്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുക, ക്ലബ്ബുകളിലോ സന്നദ്ധ സംഘടനകളിലോ ചേരുക. മൂന്നാമത്തെ കാര്യം ഹോബികളിൽ ഏർപ്പെടുക എന്നതാണ്. താല്പര്യമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് സമാന ചിന്താഗതിക്കാരുമായി ബന്ധപ്പെടാൻ സഹായിക്കും. നാലാമത്തേത് വ്യായാമമാണ്. പതിവ് വ്യായാമം മാനസികാരോഗ്യത്തെയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. 5, കലാപരമായ കാര്യങ്ങളിൽ ഇടപെടുക എന്നതാണ്. സംഗീതം, ചിത്രരചന, എഴുത്ത് തുടങ്ങിയവ തലച്ചോറിന് ഉത്തേജനം നൽകാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. 6, വീഡിയോ കോളുകൾ, ഓൺലൈൻ ഗ്രൂപ്പുകൾ എന്നിവയിലൂടെ ആളുകളുമായി ബന്ധപ്പെടാൻ സാധിക്കുമെന്നതാണ്. എന്നാൽ ഇത് യഥാർത്ഥ ഇടപെടലുകൾക്ക് പകരമാകില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഏഴാമത്തെ കാര്യം പ്രൊഫഷണൽ സഹായം തേടുക എന്നതാണ്. ഒറ്റപ്പെടൽ അതിതീവ്രമാവുകയും മാനസികാരോഗ്യത്തെ കാര്യമായും ബാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കരുത്. ഓർക്കുക, ഒറ്റപ്പെടൽ ഒരു അവസ്ഥയാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. നമ്മുടെ തലച്ചോറിന് മാറാനും പുനഃസ്ഥാപിക്കാനും കഴിവുണ്ട്. സാമൂഹിക ഇടപെടലുകൾ തലച്ചോറിനൊരു വ്യായാമം പോലെയാണ്. അത് തലച്ചോറിനെ ആരോഗ്യകരവും സജീവവുമാക്കി നിലനിർത്തുന്നു. മനുഷ്യബന്ധങ്ങൾക്ക് നമ്മുടെ തലച്ചോറിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക. മനസ്സിനെയും തലച്ചോറിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക.